യഥാർത്ഥത്തിൽ അവർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അദൃശ്യനായ ഏതോ പരബ്രഹ്മാവ് സൃഷ്ടാവിനെ ഭയപ്പെടുന്നവരാണ്. ഞാനും നിങ്ങളും നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വിഗ്രഹങ്ങളും ചിത്രങ്ങളും നൂലും മൈക്കിലും മേലസൊന്നും ഉണ്ടാവില്ല. പക്ഷെ എന്റെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് സഹോദരന്മാരെ. പൊങ്ങച്ചത്തിന്റെ വിഗ്രഹം, ധൂർത്തിന്റെ വിഗ്രഹം, കാപട്യത്തിന്റെ വിഗ്രഹം, മുനാഫിക്കിന്റെ വിഗ്രഹം, ലോകമാനത്തിന്റെ വിഗ്രഹം, സമ്പത്തിന്റെ അടിമ, ദുനിയാവിന്റെ അടിമ, മക്കളടിമ, സ്ഥാനമാനങ്ങളുടെ അടിമ, എല്ലാറ്റിനെയും അടിമയായി ജീവിക്കുന്ന ഞാനും നിങ്ങളെ സഹോദരന്മാരെ. എങ്ങനെ എന്നെ നിങ്ങൾ ഇബാദുർ റഹ്മാൻ എന്ന് പറയപ്പെടുക? എങ്ങനെ സഹോദരന്മാരെ? ഈ ഒരു ഹൃദയം വെച്ചിട്ട് ഖുർആൻ വായിച്ചാൽ ഒരിക്കലും ഗുണം ചെയ്യില്ല സഹോദരന്മാരെ. ഇല്ല, ഗുണം ചെയ്യില്ല. എൻ്റെ അടുത്ത് ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഹാഫിൽ 114 സൂറത്ത് ബൈഹാട്ടാക്കിയ ഒരു ഹാഫിൽ ചെറുപ്പക്കാരൻ, ദായിയുടെ മകൻ. ഈ മകൻ എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക, തലയൊക്കെ ആടിക്കൊണ്ടിരിക്കുക. എനിക്കെന്തോ സംശയം തോന്നി. ഞാൻ ഉപ്പനെ പുറത്ത് നിർത്തി മോനെ കൗൺസിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോ ഈ മനുഷ്യൻ, ഈ ചെറിയ കുട്ടി 15 വയസ്സുള്ള ആൺകുട്ടി കഞ്ചാവിന്റെ അടിമ അയച്ചിട്ടുണ്ട് സഹോദരന്മാര്. കഞ്ചാവിന്റെ അടി, ഞാൻ പേരൊന്നും ഉദ്ധരിക്കുന്നില്ല. ഒരൊറ്റ മനുഷ്യന് പ്രസ്ഥാനത്തിന് ഒന്നിന്റെ പേര് ഞാൻ ഉദ്ധരിക്കാറില്ല. പക്ഷെ നമ്മുടെ സമുദായം ഒന്ന് മനസ്സിലാക്കണം. കണ്ണ് പൂട്ടിയിട്ടിട്ട് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല സഹോദരന്മാരെ. നമ്മൾ എപ്പോഴും ഉത്തമ സമുദായം എന്ന് പറഞ്ഞു നടക്കാൻ നമുക്കും പറ്റുള്ളൂ. പക്ഷെ ഇസ്സത്ത് നഷ്ടപ്പെട്ട സമുദായമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്സത്ത് നഷ്ടപ്പെട്ടു സഹോദരന്മാരെ. ഒരു സ്വബൈ ജമാഅത്തിനും കൂടി പോവാത്ത മനുഷ്യ സമുദായമാണ് ഞാനും നിങ്ങളും. എന്നിട്ട് നമ്മൾക്ക് ഭരിക്കുന്ന നിങ്ങൾ ആൾക്കാർ ചോക്ക്, അള്ളാഹു അവർക്ക് ഇസ്സത്ത് കൊടുക്കും. ഭൂമിയിൽ ആത്മാർത്ഥമുള്ളവർക്ക് അള്ളാഹു ഇസ്സത്ത് കൊടുക്കും. അത് RSS ആവട്ടെ, BJP ആവട്ടെ. ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ, ഒരു താടി വെച്ചതുകൊണ്ടോ, ചേലാകർമ്മം ചെയ്തുകൊണ്ടോ, നെര്യാണ്ട് മുകളിൽ പാൻറ് ഇട്ടുകൊണ്ടോ എനിക്ക് നിങ്ങൾക്കും ഇസ്സത്ത് തരില്ല. പ്രവർത്തനം വേണം. ആദ്യം പള്ളിയിൽ പോകണം, പള്ളിയിൽ കൃത്യസമയത്ത് എത്തണം, ആത്മാർത്ഥോട് ജീവിക്കണം. ഈ ഹാഫിൽ 114 സൂറത്ത് മനുഷ്യനെ ഹാഫിൽ, ഞാൻ അലിച്ചുപോയി. ഒരു ആയത്തുണ്ട് സൂറത്തുൽ അൻആമിലെ 103, ലാ തുദ്രികുൽ അബ്സർ വഹു യുദ്രികുൽ അബ്സർ വഹുവ ലത്തീഫുൽ ഖബീർ. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കണ്ണുകൾ അള്ളാഹു കണ്ടെത്തുന്നുണ്ടെന്നുള്ള ബോധം ഈ കുഞ്ഞിനുണ്ടായിട്ടില്ല. ഈ കുഞ്ഞിന് ഈ ആയത്ത് അറിഞ്ഞിട്ടില്ലേ? അറിയുക, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വഹുവമാക്കും ഐനമാക്കും, എവിടെയാണെങ്കിൽ അള്ളാഹു നിന്റെ കൂടെ ഉണ്ട്. എന്റെ മോന്റെ അടുത്ത് ഞാൻ പറയും, മോനെ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സാവരുത്, കോപ്പി അടിച്ച് പരീക്ഷ പാവരുത്, എന്റെ വീട്ടിൽ കേട്ടില്ല മോനെ. ഞാൻ ഇതിനെ പറയാ, തോറ്റോട്ടെ കുഴപ്പമില്ല, തോറ്റാൽ കുഴപ്പമില്ല, അറിവില്ല, അടുത്ത പ്രാവശ്യം നല്ലോണം പഠിച്ച് നമുക്ക് പാസ്സാക്കാം. പക്ഷെ കോപ്പി അടിച്ച് പരീക്ഷ പാസ്സാവരുത്. കോപ്പി അടിച്ച് പരീക്ഷ ടീച്ചർമാരെ പറ്റിക്കാം, മാർക്ക് കിട്ടും, ജോലി കിട്ടില്ല. കൈക്കൂലി കൊടുത്തിട്ട് ജോലി വാങ്ങിയാൽ ബർക്കത്ത് ഉണ്ടാവില്ല സഹോദരന്മാരെ, ബർക്കത്ത് ഉണ്ടാവില്ല. നമുക്ക് ഒന്ന് ശ്രദ്ധിക്കുക സഹോദരൻ, ഭയപ്പാട് വേണം. എനിക്കൊക്കെ 18 വയസ്സിൽ ഹിദായത്ത് കിട്ടിയപ്പോ അള്ളാഹ് എന്നൊരു ഭയപ്പാട് ഉണ്ടായിട്ടുള്ളൂ. വലിയ താടിയൊന്നും ഉണ്ടായിട്ടില്ല. മറ്റേതൊക്കെ തന്നെയാൽ വരും, താടിയും ഹിജാബും ഒക്കെ തന്നെയാൽ വരും. പെൺകുട്ടികളെ, നിങ്ങളെ തലയുടെ ഹിജാബിന് മുമ്പിൽ ഹൃദയത്തിൽ ഹിജാബ് വരട്ടെ. അന്യപുരുഷൻ നിങ്ങൾ വേണ്ടാതെ സംസാരിക്കരുത്. ഈ ഹിജാബ് വരണം. ഇങ്ങനെ ഒരു ഭയപ്പാടോട് നിങ്ങൾ ഖുർആൻ പഠിക്കുക സഹോദരന്മാരെ. യഥാർത്ഥത്തില് നമ്മൾക്കറിയാം, ഓരോ കാലഘട്ടത്തിലും ഓരോ പാപങ്ങൾ ഓരോ മാതിരിയാ. നമ്മുടെ ചെറുപ്പക്കാരെ, ചെറിയ കുട്ടികൾക്ക് പാപം ലൈംഗികമായ പാപങ്ങളാ. സ്വയംഭോഗം ചെയ്തു പോകും, അനാവശ്യമായ ലൈംഗികമായ കാര്യങ്ങൾ കണ്ടുപോകും. അത് ചെറുപ്പക്കാർക്കുള്ള ലൈംഗികമായ കുറെ തെറ്റുകുറ്റങ്ങൾ. എന്നാൽ വളർന്നു വന്ന് നമ്മളെ പ്രായത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് അങ്ങനത്തെ തെറ്റുകുറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഭാര്യയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ സമ്പത്തിന്റെ കാര്യത്തിലാണ് സഹോദരന്മാരെ. സമ്പത്തിന്റെ കാര്യത്തില് കുറച്ചും കൂടി വലുതായി 60 വയസ്സായി പിന്നെ അധികാരമോഹമാണ്. ഞാൻ ആലോചിച്ചു സഹോദരന്മാരെ, ഇവിടെ ഇരിക്കുന്നവർ ആരും കള്ളു കുടിക്കില്ല, എനിക്കറിയാം. ആരും കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ടാവില്ല. ആരും നമ്മൾ അന്യ സ്ത്രീയെ വ്യഭിചരിച്ചിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പുണ്ട്. ശരിയാണ്, നമ്മൾ ആരും തന്നെ ഒരു മനുഷ്യനെ വധിച്ചിട്ടില്ല, ഉറപ്പുണ്ട് സഹോദരന്മാരെ. അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ ചോദിക്കും സഹോദരന്മാരെ, പലിശയിൽ നിന്ന് പൂർണ്ണമായിട്ട് മുക്തമായ എത്ര സ്ത്രീ പുരുഷന്മാരുണ്ട് ഇവിടെ? എന്തുകൊണ്ട് ഞാൻ പലിശ പറഞ്ഞത് സഹോദരന്മാരെ? അതൊരു വൻ പാപങ്ങളിൽ പെട്ടൊരു പാപമാണ് പലിശ എന്നുള്ളത്. എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇല്ലം തഫ്അലു ഫഅദനു ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. നിങ്ങൾ തയ്യാറായിക്കൊള്ളൂ അള്ളാഹുവിന് റസൂലിന്റെ യുദ്ധ സമര പ്രഖ്യാപനത്തിന്. നമ്മൾ രാവിലെ അങ്ങ് വരും, വെള്ള ഷർട്ടും വെള്ള മുണ്ടും എല്ലാം ഇട്ടിട്ട് പള്ളിയിൽ ഫസ്റ്റ് സഫ് പലിശയും വാങ്ങിയിട്ടാണ് സഹോദരന്മാരെ ഫസ്റ്റ് സഫിൽ വരുന്നത്. ആ പള്ളിക്ക് എങ്ങനെ ബർക്കത്തുണ്ടാവാൻ? ആ പള്ളിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും പൂർണ്ണ ഹറാമിത്തിൽ നിന്ന് പൈസ ഉണ്ടാക്കിയത്. ആ പള്ളിക്ക് എങ്ങനെ ബർക്കത്തുണ്ടാകാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. ഞാൻ ആരും കുറ്റപ്പെടുത്തില്ല. ഞാൻ നിങ്ങൾ അള്ളാഹു സാക്ഷിനെ നിർത്തിയിട്ടാ പറഞ്ഞ, അള്ളാഹുവിനെ മാത്രം, അള്ളാഹു മതി സാക്ഷി. ദയവ് ചെയ്ത് പലിശയും വാങ്ങിയിട്ട് നിങ്ങൾ ഖുർആൻ ഓതല്ല. നിങ്ങൾക്ക് ഖുർആന്റെ വെളിച്ചം കേറില്ല. എത്ര പ്രസംഗം കേട്ടോ, ഖുർആൻ ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല സഹോദരന്മാര്, ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല.
നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ഇസ്ലാം പറയുന്നത് കുറേ പുണ്യം ഒരു ഭാഗത്ത് ചെയ്യുക, കുറേ ഹറാം ഇപ്പുറത്തും ചെയ്യുക. 4000 പേർക്ക് കല്യാണം കൊടുക്കുക, 1000 അനാഥകൾ കൊടുത്ത് കല്യാണം കൊടുത്താൽ അത് അസ്തീർന്ന്. ചിലവരുണ്ട് എല്ലാ ഹറാമിത്തിൽ പൈസ ഉണ്ടാക്കും. കൈക്കൂലി, സ്ത്രീധനം, മറ്റുള്ളവരുടെ മുതല്, പലിശ എല്ലാം തന്നു. എന്റെ സ്ഥാപനത്തിന് 10 ലക്ഷം. അള്ളാഹുവാണ് സത്യം, അത് അള്ളാഹു സ്വീകരിക്കില്ല, ഉറപ്പ്. അള്ളാഹു മുത്തഖീൻ എന്ന് മാത്രമേ സ്വീകരിക്കുള്ളൂ, ശുദ്ധിയുള്ളതേ സ്വീകരിക്കുള്ളൂ. ഹാബിലിനെ സ്വീകരിച്ചുള്ളൂ, ഹാബിലിനെ സ്വീകരിച്ചിട്ടില്ല. സഹോദരന്മാരെ, ഞാൻ പലിശ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ വൻ പാപങ്ങളിൽ പെട്ടതാണ് സഹോദരന്മാരെ. വൻ പാപങ്ങൾ നമ്മൾ അറിഞ്ഞും കൊണ്ട് ചെയ്യരുത്. നമ്മൾ ശിർക്ക് ചെയ്യുന്നുണ്ടാവില്ല, സിഹർ ചെയ്യുന്നുണ്ടാവില്ല. പലിശ വൻ പാപമാണ്. ചെറിയ ചെറിയ ഒരുപാട് അറിഞ്ഞും അറിയാതെ വായിലോട്ടും സംസാരം നോട്ടമൊക്കെ ഉണ്ടാവും. അത് അള്ളാഹു മഹാകാരുണ്യവാനെ പുറത്തരും. പക്ഷെ അറിഞ്ഞും കൊണ്ടൊരു മുസ്ലിമെ പലിശ ഒഴിവാക്കുക നമ്മള്. എന്നിട്ട് ഒഴിവാക്കിയിട്ട് ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ, അത് ഹുദയാവും. ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമാവും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. അള്ളാഹ് സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും നല്ല വിധത്തിൽ ജീവിക്കുന്നവരാരോണ് കാണിച്ചു കൊടുക്കാനാ. നമ്മൾ തെറ്റിദ്ധരിച്ചു. നമ്മളെന്താ അറിയോ? നമ്മൾ 5 നേരം പള്ളിയിൽ പോകുന്നുണ്ട്, പ്രസിഡന്റ് ആണ്, സെക്രട്ടറി ആണ്, താടിയാണ്. അങ്ങനെയല്ല. 5 നേരം പള്ളിയിൽ പോകുന്നത് നല്ല തന്നെ. എന്നാൽ 5 നേരം പള്ളിയിൽ പോവുകയും പലിശ ഒഴിവാക്കുകയും തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനാരോ അവർക്ക് അള്ളാഹ്ക്ക് കാണിച്ചു കൊടുക്കുക. പലിശ വാങ്ങാതെ 100% ഹലാലായ മാർഗത്തിൽ 2.5% സകാത്ത് കൊടുക്കുകയും ഒരുപാട് സദഖ കൊടുക്കുന്നത് ആര് കാണിച്ചു കൊടുക്കുക? അള്ളാഹുവിന്. ദയവ് ചെയ്ത് സഹോദരമേ, നമ്മുടെ പാപങ്ങൾ നമ്മൾ വൻ പാപം ചെറുതാക്കി തുടങ്ങി. വൻ പാപം പോലും ഇത് ചെറുതാക്കി തുടങ്ങി. ഇന്നലെ ഞാനൊരു മോറൽ സ്കൂൾ പോയപ്പോ ചെറിയ മോളാ. ആ മോള് ചോദിക്കുന്നത്, ഡോക്ടറെ സെൽഫി ഹറാമാണോ, വേറെ സ്ഥലത്ത് മ്യൂസിക് ഹറാമാണോ? അപ്പൊ ഞാൻ പറഞ്ഞെടുത്ത് എനിക്കിഷ്ടപ്പെട്ടു. ഒരു ജീവിത മധുര സുന്ദരം പറഞ്ഞ് കുട്ടശ്ശേരി മൗലവി എഴുതിയ ഒരു പുസ്തകമുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ഇന്നത്തെ ആധുനിക മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ എന്താ അറിയോ? ഒരു മനുഷ്യൻ ഒരു കഥ വിവരിക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ വ്യഭിചരിച്ച അവസാനം അതിൽ നിന്നൊരു കുഞ്ഞുണ്ടായിപ്പോയി. അപ്പൊ ഒരു മനുഷ്യൻ ഈ വ്യഭിചരിച്ച മനുഷ്യനോട് ചോദിക്കുക, അടാ നീ എന്താടാ ഒന്ന് ഉപയോഗിച്ചോടെ, കോണ്ടം ഉപയോഗിച്ചോടെ, എന്നെ കുഞ്ഞുണ്ടാവില്ലല്ലോ. അപ്പൊ മനുഷ്യൻ മറുപടി കൊടുക്കുന്ന, ഇസ്ലാമിൽ എന്നുള്ളത് കറാഹത്താണോ ഹറാമാണോ എന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ അങ്ങനെ. നമ്മുടെ ഹറാമുകൾ നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളാണ് വലിയ പ്രസംഗം. എന്നാൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾക്ക് ഒന്നുമില്ല സഹോദരന്മാരെ. പാപം ചെയ്തിട്ടാണ് നമ്മൾ ഖുർആൻ വായിക്കുന്നത്. എന്താ അറിയോ സഹോദരന്മാരെ, പാപം ചെയ്താലുള്ള പ്രശ്നം എന്താ അറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം. നിങ്ങൾ പാപികളായിട്ട് സഹോദരന്മാരെ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടില്ലെങ്കിലോ, അതിൽ നിന്ന് പൂർണ്ണാർത്ഥത്തിൽ വിട്ടുനിന്നെങ്കിലേ അള്ളാഹു ഒരു സ്ക്രീൻ ഇടും, മറയിടും നിങ്ങളുടെ ഹൃദയത്തിന്റെ മുന്നിൽ, നിങ്ങളുടെ കണ്ണിന്റെ മുന്നിൽ, നിങ്ങളുടെ ചെവികളുടെ മുന്നിൽ. ഒരു 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോയ ആൾക്കാർക്ക് അറിയാം. 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഉച്ച സമയത്ത് നമ്മളെ ഹോട്ടൽ ഫുൾ ഒരു റൂമിൽ പോയി കഴിഞ്ഞാൽ വലിയ കർട്ടൻ ഉണ്ട്, വലിയ കട്ടിയുള്ള കർട്ടൻ. ആ കർട്ടൻ മുഴുവനും മറിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പാതിയ 12 മണി കൂറാക്കൂരി ഇരുട്ട് പോലെ ആക്കാം. ഉച്ച 12 മണിക്ക് പോലും ഇരുട്ടിന്റെ റൂമാക്കാൻ പറ്റും. അത് സൂര്യപ്രകാശം ഉള്ളിൽ കയറാത്തത് സൂര്യന്റെ കുഴപ്പമല്ല സഹോദരന്മാരെ. സൂര്യപ്രകാശം 12 മണിക്ക് പുറത്തുണ്ട്. ആ കർട്ടൻ ഉള്ളത് കൊണ്ട് അത് ഉള്ളോട്ട് പ്രവേശിക്കുന്നില്ല. ഇന്ന് എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ അതാണ് പ്രശ്നം. ഖുർആൻ എന്റെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉള്ളോട്ടേക്ക് ഖുർആൻ കയറുന്നില്ല, ഹൃദയത്തിലേക്ക് കയറുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ പാപങ്ങൾ കൊണ്ട് ഒരുപാട് കർട്ടൻ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഇന്ന് തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യ് സഹോദരന്മാരെ, ഇസ്തിഗ്ഫാർ ചെയ്യ്. നമ്മൾ ചെയ്യുന്ന പാപങ്ങളെല്ലാം ഓർത്ത് വിട്ടു നിൽക്കുക. നിങ്ങള് പലിശണ്ട് ഇന്ന് തൊട്ട് ഒഴിവാക്ക്. നമ്മള് നാളെ തൊട്ട് സുബഹിക്ക് 2 റക്അത്ത് ജമാഅത്തിന് പോയി തുടങ്ങും. നിങ്ങള് അങ്ങനെ തുടങ്ങിയിട്ട് നാളെ തൊട്ടൊരു പുതുവായന തുടങ്ങുക. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൻ ആവും എന്റെ നിങ്ങളുടെ ജീവിതത്തില്. ഞാൻ ആലോചിച്ചു പോകേണ്ട സഹോദരന്മാരെ, സുമിയ ബീവി റഹ്മ റളിയല്ലാഹു അൻഹ, യാസിർ റളിയല്ലാഹു അൻഹു, ആദ്യത്തെ 2 രക്തസാക്ഷികളാണ് സഹോദരന്മാരെ. അവരുടെ കാലഘട്ടത്തിൽ നിന്നും എത്ര ഖുർആൻ വചനങ്ങൾ ഇറങ്ങിയിട്ടുണ്ടാവും? കൂടി വന്നാൽ 50, 100. ഒരു 100 ഖുർആൻ ആയത്ത് വരുമ്പോൾ തന്നെ അവർക്ക് ഭയം വന്നു. അദൃശ്യനായ പടച്ചതമ്പുരാന് ഭയം. അഹദ് എന്ന് പറഞ്ഞ് മരിച്ചു. എനിക്കും നിങ്ങൾക്ക് 114 സൂറത്തും 6236 ആയത്തുകളും ലക്ഷക്കണക്കിന് ഹദീസുകൾ അറിയാം. നമുക്ക് നമ്മളിൽ എന്താണ് മാറ്റം ഉണ്ടാവുന്നത്? മാറ്റമുണ്ടോ സഹോദരന്മാരെ? മാറ് സഹോദരന്മാരെ. ദയവ് ചെയ്ത് എനിക്ക് നിങ്ങളോടൊന്നും കൂടി നിങ്ങളുടെ അള്ളാഹുവിനെ സാക്ഷി നിർത്ത്. എന്റെ പ്രസംഗം വിലയിരുത്താൻ നിങ്ങൾ ഇരിക്കരുത്. ചിലപ്പോൾ ഞാനും നിങ്ങളും കാണാൻ ചിലപ്പം പരലോകത്ത് വെച്ചിട്ടായിരിക്കും. ദയവ് ചെയ്ത് മാറണം സഹോദരന്മാരെ. ഖുർആൻ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട്. അതാണ് സഹാബാക്കളുടെ ഹദീസുകളുടെ വചനം കണ്ടോ, അവരെ ഖുർആൻ ആകർഷിച്ചു, അവരുടെ ഹൃദയത്തിൽ കയറി, ഹൃദയം കീഴടക്കി. അങ്ങനെയൊക്കെയാ വാക്ക്. ഖുർആൻ ഹൃദയം കീഴടക്കി.
നമ്മൾക്ക് ഹൃദയം പോയിട്ട് തലച്ചോറ് എവിടെയില്ല സഹോദരന്മാരെ. കുറെ പ്രസംഗം കേൾക്കും, മറ്റേ പ്രസംഗത്തിന് മാർക്കിട്ട് കൊടുക്കുക. യഥാർത്ഥത്തിൽ ഖുർആനായിട്ട് നമ്മുടെ ബന്ധം എന്തൊക്കെയാണ്? 4 കാര്യങ്ങൾ നേരത്തെ മൗലവി പറഞ്ഞു. 4 കാര്യമാണ് പ്രധാനപ്പെട്ട ബന്ധം. 1 ഖുർആൻ പാരായണം, 2 ഖുർആൻ പഠനം, 3 പ്രവർത്തനം, 4 പ്രബോധനം. ജീവിതത്തിൽ നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെയും അവസാനത്തെയാണ് കൂടുതൽ. അതിന് രണ്ടിന്റെ ഇടയിൽ 2 ചെയ്യുന്നുണ്ടോ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം. ഞാൻ ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട്. ഈ സദസ്സിൽ ഇന്ന് ന്യൂസ് പേപ്പർ വായിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ന്യൂസ് പേപ്പർ, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉള്ള കുറെ ചെറുപ്പക്കാരിത്തികളുണ്ടാവും. അവരാരും ഫേസ്ബുക്ക് അക്കൗണ്ട് തുറക്കാത്ത ഒരൊറ്റ ദിവസമുണ്ടോ സഹോദരന്മാരെ? എന്നാൽ ഈ ഖുർആൻ തുറക്കാത്ത എത്ര മനുഷ്യന്മാരുണ്ട്? അള്ളാഹു നീ സാക്ഷി. എത്ര ദിവസങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സഹോദരന്മാരെ ഖുർആൻ വായിക്കാത്തത്. റമദാന്റെ ശേഷം ഇവിടെ ഇരിക്കുന്ന എത്ര പേർ ഒരു ഖത്തമെങ്കിലും ഓതി തീർത്തിട്ടുണ്ടോ? റമദാന്റെ ശേഷം റജബായി, ശഅബാനായി, അടുത്ത റമദാനിലായി. നമ്മൾ ആത്മാർത്ഥമായിട്ട് ആരെയും വിരൽ ചൂണ്ട. നമ്മളിലേക്ക് തന്നെ വിരൽ ചൂണ്ട്. നമ്മുടെ ഏറ്റവും വലിയ ശത്രു പിശാചല്ല, നമ്മുടെ ഏറ്റവും വലിയ ശത്രു നാം തന്നെയാണ്. കണ്ണാടിയിൽ നോക്കിയാൽ മതി, നാം തന്നെയാണ് ശത്രു. പിശാച് നമ്മളെ കള്ളു കുടിപ്പിക്കുന്നില്ല, പിശാച് നമ്മളെ പലിശ തീറ്റിപ്പിക്കുന്നില്ല, പിശാച് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. ദുർബലനാണ് നാം, നമ്മുടെ ശത്രു എന്ന് മനസ്സിലാക്കുക. ഖുർആൻ ഓതുക സഹോദരന്മാരെ. ഒരിക്കലൊരു പണ്ഡിതൻ പറയാണ്, പണ്ട് കാലത്തൊക്കെ ഖുർആന് ഒരു റമദാനൊക്കെ 10 പ്രാവശ്യം ഓതി തീർക്കുന്ന പണ്ഡിതന്മാരുണ്ട്. 10 പ്രാവശ്യം ഒരാഴ്ചയിൽ ഒരു ഖത്തം തീർക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ പണ്ട് എങ്ങനെ ഇതൊക്കെ ഓതി തീർക്കാറ് അവർക്ക് ഒരു അത്ഭുതം തോന്നിപ്പോയി. പക്ഷെ ഇപ്പം ഈ മൊബൈൽ വന്നതിന് ശേഷം പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെട്ട് ഖുർആൻ അങ്ങനെ ഓതി തീർക്കാം. എന്തുകൊണ്ടല്ലേ സഹോദരന്മാരെ? ഈ ഒരു സാധനം, ഒരു വൈഫൈയും നിങ്ങൾ റൂമിൽ കുറച്ച് വെള്ളം കൂടി കൊടുത്താൽ മണിക്കൂറുകൾക്ക് മുമ്പ് നിങ്ങൾ ഇതിനു മുമ്പിൽ നിൽക്കും. മണിക്കൂറുകൾ, മിനിറ്റുകളല്ല, മണിക്കൂറുകൾ മുമ്പിൽ സ്ത്രീകളെ, കുട്ടികളെ ഇതിനു മുമ്പിൽ തലയും കുന്നിരിക്കും. എന്തുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഖുർആൻ അങ്ങനെ ഓതാൻ പറ്റുന്നില്ല? സങ്കടമല്ലേ സഹോദരന്മാരെ? സങ്കടം. എന്തൊരു അത്ഭുത മനുഷ്യന്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഖുർആൻ അത് വായിക്കുക സഹോദരന്മാരെ. വായിക്കുന്നതോറും നമ്മളെ അതിലൊരുപാട് നമുക്ക് ചെവിക്കൊരു ആശ്വാസം ഉണ്ടാവണം, കണ്ണിനൊരു കുളിർമയാവണം, നമ്മുടെ രോമങ്ങൾ പൊന്തണം, കണ്ണിൽ നിന്ന് കണ്ണീര് വരുത്തിക്കണം സഹോദരൻ, വരുത്തിക്കുക. ഖുർആൻ ഓതി 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 വരുത്തിക്കുക നിങ്ങളെ. ഞാൻ ഇന്ന് രാവിലെ ഓതി വന്നത് സൂറത്തുർ റഹ്മാൻ ഓതി വന്ന് അതിൽ 31 പ്രാവശ്യം പറഞ്ഞു ആ അധ്യായത്തില്. ഈ ഒരു ആയത്ത് പറയുമ്പോൾ ഹദീസ് ഗ്രന്ഥത്തിൽ കാണാൻ ജിന്ന് സമൂഹം, അന്നത്തെ ജിന്ന് സമൂഹം അങ്ങോട്ട് പറഞ്ഞു മറുപടി പറയാറുണ്ട് അള്ളാഹിന്റെ അടുത്ത്. നമുക്ക് ഖുർആനായിട്ട് അങ്ങനത്തെ ഒരു ബന്ധമില്ല. ഖുർആൻ സംസാരിക്കുമ്പോൾ അള്ളാഹു സംസാരിക്കുന്നു എന്നോട്, അങ്ങോട്ട് അള്ളാഹിന്റെ അടുത്ത് തിരിച്ച് സംസാരിക്കുക. ഏതൊക്കെ അനുഗ്രഹങ്ങളാണോ സഹോദരന്മാരെ നിഷേധിക്കുന്നത്, അള്ളാഹിന്റെ അടുത്ത് കരഞ്ഞു പറയും, ഇല്ല പടച്ചോനെ, എല്ലാ അനുഗ്രഹം നിന്നിൽ നിന്ന് മാത്രം. അള്ളാഹുവേ നിനക്ക് സ്തുതി. എന്റെ ഒരു അടുത്ത കുടുംബക്കാരന് 65 വയസ്സായി, ഊരവേന വന്നു, നട്ടലിന് ഡിസ്ക് പ്രൊലാപ്സ്. അപ്പോ ഡോക്ടർമാരിലെ കൂടുതൽ വിശ്വാസം അള്ളാനല്ല. ഡോക്ടർമാര് 5 സ്റ്റാർ ഹോസ്പിറ്റൽ, ഇങ്ങനെ ഓരോരോ ഹോസ്പിറ്റലിൽ കോഴിക്കോടൊന്നും ചെയ്യാതെ വേറെ സ്ഥലത്ത് പോയിട്ട് ചെയ്ത് അവസാനം അവിടെ നിന്ന് പോയിട്ട് കോംപ്ലിക്കേഷൻ വന്ന്, നട്ടലിൽ ഇൻഫെക്ഷൻ വന്ന് 2ഓ 3ഓ സർജറി, ഒരുപാട് ബുദ്ധിമുട്ടി, മാസങ്ങളോളം ഇവിടെ കിടന്നിട്ട് സഹോദരന്മാരെ ഒന്ന് എഴുന്നേറ്റ് നടക്കാനായപ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ്. ഒരു മനുഷ്യ, എനിക്കും നിങ്ങൾക്കും 65 കൊല്ലം എടുത്തോ ഈ നിൽക്കുന്നതിന്റെ അനുഗ്രഹം തിരിച്ചറിയാന്? ഞാനും നിങ്ങൾ കാലോട് നിൽക്കുന്നുണ്ടല്ലോ, അഹങ്കരിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഈ നൃത്തം അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കുക. കിടപ്പിലാവുമ്പോൾ അന്ന് മനസ്സിലാക്കും. ഒന്ന് കിടന്നോട്ടെ സഹോദരൻ, കിടപ്പിലാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കിടപ്പിലായാൽ ഞാനും നിങ്ങളും, അള്ളാഹുവാണ് സത്യം, നമ്മളെ വായിൽ വരും, പടച്ചോനെ 65-70 കൊല്ലമായി ഞാൻ നിൽക്കുന്നു. മുട്ടുവേദനയുള്ള അവിടുത്തെ ചോദിച്ചു നോക്ക്, ഇരിക്കുമ്പോൾ കസേരയിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. ആലോചിച്ചോക്ക്, എത്ര കൊല്ലങ്ങളായി നിങ്ങൾ അള്ളാഹിനെ സ്തുതിച്ചിട്ടുണ്ടോ? ഈ മുട്ടിന് കണ്ണട വെക്കുമ്പോൾ ചിന്തിക്കും നിങ്ങള്, ഈ കണ്ണട കുറെ കാലങ്ങളായി കണ്ണട ഇല്ലാതെ ഖുർആൻ ഓതുന്നു. നമ്മൾ കണ്ണട വെച്ചപ്പോൾ സ്തുതിച്ചോ? അള്ളാഹുവേ, ഈ കണ്ണുകൊണ്ട് കൊല്ലങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറപ്പ്, എണ്ണിയാൽ തീരില്ല പടച്ച തമ്പുരാനെ, നിനക്ക് മാത്രം സ്തുതി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത് അർശി വമിദാദ കലിമാതി. പഠിക്കുക സഹോദരന്മാരെ, രാവിലെ രാത്രി ദിക്ർ ദുആ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാ. സ്തുതിക്കുക. മലക്കുകളെ സൃഷ്ടിച്ചിരിക്കുന്ന സ്തുതിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന സ്തുതിക്കാൻ വേണ്ടിയിട്ട് സ്തുതിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനെ. അള്ളാഹുവിന് നന്ദിയുള്ളവരാവ് സഹോദരിമാര്, നന്ദിയുള്ളവരാവ്.
എനിക്ക് നിങ്ങൾക്കും അള്ളാഹു ഹിദായത്ത് തന്നല്ലോ. ഈ തല സഹോദരി സഹോദരന്മാരെ ഒരൊറ്റ വിഗ്രഹത്തെ മുമ്പിൽ കുമ്പിടില്ല. ഈ തല ഒറ്റൊരു മനുഷ്യന്റെ ഒരു കാലിൽ പോയി വീഴില്ല. ഈ തല ഒറ്റ ചിത്രത്തിന് മുമ്പിൽ കുമ്പിടില്ല. വെറും പടച്ച തമ്പുരാന്റെ മുമ്പിൽ മാത്രമേ ഈ തല സുജൂദയുള്ളൂ. ഇസ്സത്തുള്ള മതമാണ് സഹോദരി സഹോദരന്മാരെ. ഈ ഹിദായത്തിന് അള്ളാഹു നന്ദി കാണിക്കും. നമ്മള് അള്ളാഹിനെ അനുസരിക്കും. നിങ്ങള് അനുസരിച്ച് ജീവിക്കുക. ദയവ് ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിനുള്ള വികാരം അള്ളാഹ് അറിയുന്നുണ്ട്. എന്റെ ഹൃദയത്തിനുള്ള വികാരം ഇന്നഹു അലീമും ബിദാത്തി സുദൂർ, അള്ളാഹു അറിയുന്നുണ്ട്. എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങള് അള്ളാഹുവിനെ ഭയപ്പെടണം. ഖുർആൻ ഓതി തുടങ്ങിയ സഹോദരന്മാരെ, യഥാർത്ഥത്തില് ഞാൻ KSRTC വരില്ല. കോഴിക്കോട് നിന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ്. ദിവസം KSRTC വരുമ്പോൾ ഞാൻ ഖുർആൻ എടുത്ത് ഓതും. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് ആശ്വാസം കിട്ടും. ഒറ്റയ്ക്ക് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ജീവിതത്തിൽ യാത്രയിലൊക്കെ എനിക്ക് എപ്പോഴും ഉള്ളൊരു സുഹൃത്താണ് ഖുർആൻ. അപ്പം പെട്ടെന്ന് ഖുർആൻ കിട്ടുന്ന ഖുർആൻ വെറുതെ കുറച്ച് ഓതി തീർക്കും. അങ്ങനെ കുറച്ച് കത്തം തീർക്കും. 1-2 മാസം കത്തം തീർക്കും. അപ്പോൾ ഈ ഖുർആൻ ഓതുന്നത് കണ്ടിട്ട് ചില മുസ്ലിങ്ങള് എന്നെ കണ്ടിട്ട് എൻ്റെ കയ്യൊക്കെ മുത്താൻ തുടങ്ങി. ഞാൻ അത്ഭുതപ്പെട്ടു. പടച്ചോനെ, ഖുർആൻ ഓതുന്ന വലിയ ഔലിയാന്റെ ലക്ഷണമൊന്നുമല്ല, മഹാപൊട്ടത്തരം. ഖുർആൻ ഓതുന്നത് വലിയ ഔലിയാന്റെ ലക്ഷണമൊന്നുമല്ല സഹോദരന്മാരെ. ഇത് മനുഷ്യന് വേണ്ടിയിട്ട് യാ അയ്യുഹന്നാസ് എന്ന് അള്ളാഹു ഉദ്ധരിച്ച പുസ്തകമാണത്. ഡോക്ടറെ ദ്വാരക്കണേ, ഔലിയാവും പെട്ടെന്ന് ഔലിയാവും, കൈ പിടിച്ചു മുത്ത പണി സുൽത്താനും ഷെയ്ഖും എല്ലാം പേരിട്ടു. നിങ്ങൾക്ക് ഖുർആൻ ഓതുക സഹോദരന്മാരെ, കിട്ടുന്ന അവസരം ഇന്ന് മൊബൈലിലുണ്ട്. ഖുർആൻ ഓതി തുടങ്ങുക. അള്ളാഹു നിങ്ങൾ നോക്കി നമ്മുടെ നമസ്കാരം സംവിധാനിച്ചു വെച്ച് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? ഏറ്റവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ആദ്യം നിസ്കരിക്കേണ്ട നിസ്കാരം സുബഹി. അത് 2 റക്അത്തേ ഉള്ളൂ. പക്ഷെ ഏറ്റവും കൂടുതൽ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് സുബഹിക്ക. പിന്നെ നോക്ക്, രാത്രിയാണ് ഏറ്റവും കൂടുതൽ ഖുർആൻ നെക്സ്റ്റ് പാരായണം ചെയ്യേണ്ടത് രാത്രി 4 റക്അത്ത് ഇശാക്ക്. അപ്പൊ രാത്രി ഉറങ്ങുന്ന കട്ടി മുമ്പ് ഒച്ചത്തിൽ ഓതാൻ പറഞ്ഞു. ലൊഹറും അസ്റും എല്ലാം ഓതിയാൽ മതി. ചെറിയ ചൂടാണ്, ഉച്ചക്ക് പെട്ടെന്ന് നിസ്കരിച്ച് തീരും. പിന്നെ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഖുർആൻ കേൾക്കുക, ജമാഅത്തായിട്ട് കേൾക്കുക. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഖുർആൻ കേൾക്കുക. ഖുർആനിൽ തുടങ്ങട്ടെ, ഖുർആനിൽ അവസാനിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, രാവിലെയും രാത്രിയും സുബഹിക്കും ഇശക്കും ജമാഅത്തിന് പോയ മനുഷ്യന്മാർക്ക് രാത്രി നിസ്കരിച്ച കൂലിയുണ്ട്. രാത്രി ഫുൾ നിസ്കരിച്ചിന്റെ കൂലി കിട്ടും. സുബഹിക്കും ഇശക്കും ജമാഅത്തിന് പോകണം, എല്ലാ ജമാഅത്തിന് പോകണം. പ്രത്യേകിച്ചും ഇത് എന്തുകൊണ്ടാ? ഖുർആൻ കേൾക്കുന്നു. സുബ്ഹാനല്ലാഹ്. രാവിലെ അൽഹംദുലില്ലാഹി അഹ്യാന ബഅദമാ മാതന വലൈഹി നുശൂർ എന്ന് ചൊല്ലി ഒളു എടുത്ത് അങ്ങ് പോവുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. വീടൊക്കെ പഠിച്ചു നോക്കിക്കോളും. എന്നിട്ട് പള്ളിയിലേക്ക് പോ. എന്റെ പൊന്നാര സ്ത്രീകളെ, നിങ്ങൾക്കും പള്ളിയിലേക്ക് പോകാം. ഒരിക്കലും ഇസ്ലാം വിലക്കുന്നില്ല, നിർബന്ധമില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ ലോകത്തിൽ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. ഷോപ്പിംഗ് മാളിൽ പോകുന്നുണ്ട്, പൊന്ന് മേടിക്കാൻ പോകുന്നുണ്ട്, പച്ചക്കറി മേടിക്കാൻ പോകുന്നുണ്ട്, SM സ്ട്രീറ്റിൽ പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് പള്ളിയിലേക്ക് മാത്രം പോയിക്കൂടാ? അപ്പ സംശയം, അല്ലാ അത് നമുക്ക് പോവാൻ പാടുണ്ടോ? നമുക്ക് ഖബറാകെ ഉറൂസിനടുത്ത് പോകുന്നുണ്ട്, എല്ലാ സ്ഥലത്തും സ്ത്രീകളെ പോകുന്നുണ്ട്. തൊട്ടടുത്ത പള്ളി ഉണ്ടെങ്കിൽ രാവിലെ സുബഹി പള്ളി വെച്ച് തുടങ്ങും. നിങ്ങള് വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവും, ബർക്കത്ത് ഉണ്ടാവും. അനുഭവിച്ചുകൊണ്ട് പറയുന്നതാണ്. ഞാനും ഭാര്യയും മക്കളും ഒരുമിച്ച് വർഷങ്ങളായിട്ട് രാവിലെ സുബഹി വെച്ച് തുടങ്ങുള്ള ജീവിതം. ഒറ്റ ദിവസം അൽഹംദുലില്ലാഹ് ഇതുവരെ യാത്രയില്ലാത്ത അവസ്ഥയിൽ നമ്മൾ പോവാതെ ഇരുന്നിട്ടില്ല. ഒന്ന് തുടങ്ങിയ സഹോദരന്മാരെ, ഖുർആൻ കേട്ട് തുടങ്ങുക. രണ്ടാമത്തത് ഖുർആൻ പഠനം എന്നുള്ളത്. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ എത്ര പേര് സഹോദരന്മാരെ ഖുർആൻ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇതിന് ഇന്ന് തഫ്സീറിന്റെ കുറവുണ്ടോ? നമ്മുടെ എല്ലാവരുടെ വീട്ടിൽ അമാനു മൗലവി ഉണ്ട്, ചെറിയ മുണ്ടമുണ്ട്, എല്ലാം തഫ്സീറുകളുണ്ട്. ഖുർആന്റെ നമ്മൾ പോക്കറ്റിലുണ്ട്. ഇപ്പം പോക്കറ്റില് മൊബൈലുണ്ട്, എല്ലാം. നിങ്ങൾ പഠിക്കുന്നുണ്ടോ സഹോദരന്മാരെ? നമ്മൾ വായിക്കുന്നുണ്ടോ? ചിന്തിക്കുക. നിങ്ങൾ അധ്യാപകനാണെങ്കിൽ അധ്യാപകന്റെ പേരിൽ ചിന്തിക്കുക. ഒരു ബിസിനസ് ആണ് ബിസിനസ്, വയലുള്ളിൽ മുത്തഫിഫീൻ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക. നിങ്ങൾ എന്തിലാണോ അള്ളാഹു ഈ ഭൗതികമായി നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകിയത്, അതിനുദ്ദേശിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങി ഒരുപാട് പവിഴമുത്തുകൾ കണ്ടെത്താൻ പറ്റും. ഉറപ്പ്. ഇതിവിടെ തീരുന്നില്ല. ഖിയാമത്ത് നാൾ വരെ മനുഷ്യന്മാർക്ക് ഒരുപാട് കണ്ടുപിടിക്കാൻ പറ്റും. ഉറപ്പ് സഹോദരന്മാരെ. ഉസ്താദ് നൗമാൻ അലി ഖാൻ പറഞ്ഞൊരു വ്യക്തിയുണ്ട്, യൂട്യൂബിലൊക്കെ കാണാം. അദ്ദേഹം നിങ്ങൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. ആയത്തുൽ കുർസിന്റെ ഒരു ഭംഗിയ ഒരു വ്യാഖ്യാനം 21ാം നൂറ്റാണ്ടിലാണ് കണ്ടുപിടിക്കുന്നത്. സൂറത്തു നൂറിലെ അള്ളാന്റെ നൂറു സമാവാത്തി വൽ അർദ്, അതിന് ഭംഗിയായ വ്യാഖ്യാനം അദ്ദേഹം നൽകുന്നുണ്ട്. ഖിയാമത്ത് നാൾ വരെ ഇതിൽ നിന്ന് ഒരുപാട് കണ്ടുപിടിക്കാണ്ട് സഹോദരന്മാരെ. അല്ല, നമ്മൾ ഇന്ന് മുസ്ലിം സമുദായം ആയിക്കൊണ്ടിരിക്കുന്ന എന്താ അറിയോ സഹോദരന്മാരെ? വെറും ആരാധകരാ. ആരുടെ ആരാധകർ? ആരുടെ? അത് സ്വലാഹിന്റെയും സലഫിന്റെയും സഖാഫിന്റെയും ആരാധകരായി മാറിക്കൊണ്ടിരിക്കുക. ഇന്നേ വരെ ഞാൻ ഒരൊറ്റ കുട്ടി സൂറത്തുൽ റഹ്മാന്റെ ആരാധകർ, സൂറത്തുൽ ഹുജറാത്ത്, സൂറത്തുൽ ഹദീദ്, സൂറത്തുൽ ബഖറ, ഇവരുടെ ആരാധകരായിട്ട് എത്ര പേര് അറിയാം സഹോദരന്മാരെ? ഞാൻ എന്റെ മക്കൾക്ക് പറയാം, മക്കളെ ഖുർആന്റെ നാമങ്ങൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. ഫാത്തിഹ, ബഖറ, ആലി ഇംറാൻ, നിസ, മായിദ, അങ്ങനെ പറഞ്ഞു തുടങ്ങാം. എത്ര പേർക്ക് അറിയും സഹോദരന്മാരെ? എത്ര പേര് പോവും?
നാട്ടിലുള്ള സിനിമാ സ്റ്റാർസിന്റെ പേരറിയാം, ക്രിക്കറ്റ് സ്റ്റാർസിന്റെ പേരറിയാം. പരലോകത്ത് ഖബറിൽ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്ത് ഗുണമുണ്ടാവോ സഹോദരന്മാരെ? ഒന്ന് മാറുക സഹോദരന്മാരെ. ഖുർആനോടുള്ള അറ്റാച്ച്മെന്റ് കൂടട്ടെ, നിങ്ങളെ വ്യക്തിപരമായ ജീവിതത്തിൽ കൂടട്ടെ, പഠിക്കട്ടെ, അതിനർത്ഥം പഠിക്കുക. മൂന്നാമത്തത്, അതാണ് പ്രാധാന്യം, ഏറ്റവും പ്രാധാന്യം മൂന്നാമത്തതാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ പ്രവർത്തനം, അതിനനുസരിച്ചുള്ള ജീവിതം. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാറുണ്ട്, അദ്ദേഹം സൂറത്തുൽ ബഖറ 8 വർഷം എടുത്ത്, ചരിത്രം പറഞ്ഞു 8 വർഷം കൊണ്ട് സൂറത്തുൽ ബഖറ പഠിച്ച വ്യക്തിയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. നമ്മളൊക്കെ 2 വർഷം കൊണ്ട് ഹിഫ്ള് പഠിക്കുക. അവരെങ്ങനെ സഹോദരന്മാര് ഒരു ആയത്ത് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് പിന്നെ അവര് ജീവിതമായി നടക്കുന്ന ഖുർആനുകളായിരുന്നു, അവര് നടന്നുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആനുകളായിരുന്നു പ്രവാചകനും സഹാബാക്കളും. നമ്മൾ ഇന്ന് ഡിഗ്രികൾ കിട്ടാൻ, A+ കിട്ടാൻ, മാർക്ക് കിട്ടാൻ, റാങ്ക് കിട്ടാൻ, എന്റെ മോനൊരു ഇസ്ലാമിക് സ്കൂളാണ്. അപ്പൊ അൽഹംദുലില്ലാ അദ്ദേഹത്തിന് മോന് ഖുർആനും ഹദീസും ഫിഖ് താരീഖ് അങ്ങനെ പറഞ്ഞ കുറെ അറബിയൊക്കെ ഉണ്ട്, എല്ലാത്തിലും A+, അൽഹംദുലില്ലാ. പക്ഷെ ഞാൻ മോൻ പറയും, മോനെ ഇത് A+ കിട്ടാൻ വേണ്ടി മാത്രമാവരുത്. മോന്റെ ബാപ്പ പഠിച്ചത് A+ കിട്ടാൻ വേണ്ടിയിട്ടല്ല. 18 വയസ്സിൽ അള്ളാഹു ഹിദായത്ത് നൽകിയപ്പോൾ, 18 വയസ്സിൽ ഹിദായത്ത് നൽകിയപ്പോൾ അന്ന് ഖുർആന്റെ ഒരുപാട് തഫ്സീർ വായിച്ചു, ബുഖാരി മുസ്ലിം മുഴുവനും വായിച്ചു. അത് A+ കിട്ടാൻ വേണ്ടിയിട്ടല്ല, എന്റെ റബ്ബിനെ തിരിച്ചറിയാൻ. ഞാൻ മരിച്ചു പോകുമ്പോൾ എനിക്ക് എന്റെ റബ്ബിനെ കാണുമ്പോൾ സന്തോഷം ഉണ്ടാവണം. ഞാൻ മനസ്സിലാക്കി അതേ റബ്ബിനെയാണല്ലോ ഞാൻ കാണുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. പരലോകത്ത് A+ കിട്ടട്ടെ മക്കൾ, ഇവിടുന്നും A+ കിട്ടിക്കോട്ടെ, പക്ഷെ പരലോകത്ത് A+ കിട്ടട്ടെ. സഹാബാക്കൾ ആരും ഏതെങ്കിലും ഉലമാക്കളായിട്ടില്ല, സുൽത്താനുൽ ഉലമ അവർ പേരിട്ടിട്ടില്ല. ഒറ്റ സഹാബാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സുൽത്താനുൽ ഉലമ, ഖമറുൽ ഉലമ, ശംസുൽ ഉലമ ആയിട്ടില്ല സഹോദരന്മാരെ. പരലോകത്ത് അവരൊക്കെ ഏറ്റവും വലിയ ഉലമാക്കളായിരിക്കും. നമ്മൾക്കും പരലോകത്തിൽ ഉലമാക്കളാവാം, ശംസുൽ ഉലമ ആവാം, ഖമറുൽ ഉലമ ആവാം. ഈ ദുനിയാവിലൊന്നും വേണ്ട സഹോദരന്മാരെ. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുക. ഓരോ ആയത്ത് വായിക്കുമ്പോഴും അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ ഇല്ലെങ്കിൽ അത് അപ്പോൾ തന്നെ മാറണം. ഞാൻ ആലോചിച്ച് പോയിട്ടുണ്ട്, ഖുർആനിൽ കുറെ 2-3 കാര്യങ്ങൾ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, സദഖ സക്കാത്ത് കൊടുക്കുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കും. ഞാൻ അത്ഭുതപ്പെട്ടു, പണ്ടേ ആലോചിക്കാണ്ട്, പഠിച്ചോനെ സദഖ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയല്ലേ ചെയ്യുന്നത്, അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇത് ഞാൻ ഈ അടുത്ത് ഒരു നമ്മുടെ കെയർ ഹോം പ്രോജക്റ്റ് ഉണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു മനുഷ്യൻ്റെ വീട്ടിൽ 10 ലക്ഷം ഒരു കവറിലാക്കി കൊണ്ടുവന്ന് അദ്ദേഹം കുറേ ദാനം ചെയ്തത്, അത് കബൂലാക്കുമാറാകട്ടെ അദ്ദേഹത്തിൽ നിന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ഡോക്ടറെ ഇന്നേ വരെ ഞാൻ സദഖ കൊടുത്തത് കൊണ്ട് ഇന്നേ വരെ എൻ്റെ സമ്പത്ത് കുറഞ്ഞിട്ടില്ല, വർദ്ധിപ്പിച്ചിട്ടേ ഉള്ളൂ. ആലോചിക്കൂ സഹോദരന്മാരെ, അത് അള്ളാഹ് പറഞ്ഞൊരു വാക്കിന്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പറയാ. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് സഹോദരൻ, നമുക്കൊക്കെ തോന്നും നമ്മുടെ ശമ്പളം ഒന്നും ഇങ്ങനെ കൂടുന്നൊന്നുമില്ലല്ലോ, ഓരോ കൊല്ലം വല്ലാത്തൊരു ഇൻക്രിമെന്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അൽഹംദുലില്ലാ ഇന്നേ വരെ ഓരോ കൊല്ലം സക്കാത്ത് കൊടുക്കുമ്പോൾ അടുത്ത കൊല്ലത്തെ സക്കാത്ത് കൂടിയേ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടല്ലോ സഹോദരന്മാരെ, നമ്മുടെ സമ്പത്തുണ്ടല്ലോ അള്ളാഹു കൃത്യമായിട്ട് കൊടുത്താൽ അള്ളാഹു നമ്മൾ ഒരുപാട് കാര്യത്തിന് സംരക്ഷിക്കുന്നുണ്ട്. ഞാൻ ചെറിയ ഉദാഹരണം പറയാം. ഒരു ചെറിയ ആക്സിഡന്റ് വന്ന് മതി സഹോദരൻ, ഒരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് വെന്റിലേറ്റർ ഇട്ടാൽ അള്ളാഹുവിന്റെ സത്യം 1 മാസം കൊണ്ട് എന്റെ സമ്പാദ്യം മുഴുവൻ തീരും. 1 മാസം വെന്റിലേറ്റർ ഇട്ടാൽ മതി. അള്ളാഹു കാത്തുരക്ഷിച്ച് നമ്മളെല്ലാവരെയും. നമ്മൾ ഒരുപാട് രോഗത്തു നിന്ന് കാത്തുരക്ഷിച്ചു. നമ്മുടെ മൊബൈൽ ചീത്തയായിട്ടില്ല, കാറ് ചീത്തയായിട്ടില്ല, ആക്സിഡന്റ് വന്നില്ല, മക്കൾ സുഖമായിട്ട് പാസ്സായി പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു സംരക്ഷിച്ച് നമ്മൾ ജീവിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് എന്താ, നമ്മൾ സമ്പാദിച്ച പൈസ മുഴുവൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്, അത് വർദ്ധിച്ചു വരും സഹോദരന്മാരെ. വേറൊരു നിങ്ങളെ ആലോചിക്കുക, യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. ഞാൻ പലപ്പോഴും യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥന, ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുള്ള പ്രാർത്ഥന. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പഠിക്കണം സഹോദരന്മാർ, ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഞാൻ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുന്ന അവസരത്തിലും ഒരു റോഡ് ബ്ലോക്ക് ഉണ്ടായില്ല, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ, അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ഒരുപാട് അവസരങ്ങൾ അള്ളാഹു വഴി തുറന്നിട്ടുണ്ട് സഹോദരന്മാരെ. ഇതൊക്കെ ജീവിതത്തിൽ ഒന്ന് പ്രാവർത്തികമാക്കി നോക്ക് സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ചൊക്കെ, ഈ ഖുർആന്റെ ഏറ്റവും വലിയ ആയത്ത്, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഏറ്റവും വലിയ ആയത്ത് ഏതോ സഹോദരന്മാരെ, അള്ളാഹു മനുഷ്യനും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാനല്ല, സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാനല്ല അള്ളാഹു ഏറ്റവും വലിയ ആയത്തെടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. മറിച്ച് മനുഷ്യനും തമ്മിലുള്ള കടമിടപാടുകളിൽ സൂറത്തുൽ ബഖറയിൽ 282-ാമത്തെ ആയത്തുദ്ദൈൻ
ഈ ആയത്ത് സഹോദരന്മാർ ഇവിടെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ചോദിക്കുന്നത് എത്ര പേര് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. എനിക്കെന്തുകൊണ്ട് വെച്ചാൽ ഒരുപാട് കുറെ ചീത്ത അനുഭവങ്ങളുണ്ട്. ഞാൻ ഒരുപാട് പേർക്ക് അൽഹംദുലില്ലാഹ് കടം കൊടുത്തിട്ടുണ്ട്. അതായത് ദീനീ പ്രവർത്തകർ, താടി വെച്ച മുസ്ലിങ്ങൾ കടം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇന്നേ വരെ ഒരൊറ്റ മനുഷ്യൻ, വളരെ വളരെ പ്രാസംഗികന സഹോദരന്മാരെ, ഒരൊറ്റ മനുഷ്യൻ പോലും ഡോക്ടറെ നമുക്ക് എഴുതി വെക്കാം, കടം കൊടുക്കുമ്പോൾ എഴുതി വെക്കണമെന്നുള്ള അല്ലാഹു യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ എന്നെ നിങ്ങൾ വിളിച്ചിട്ടാണ് പറഞ്ഞത് കടം കൊടുക്കുമ്പോൾ എഴുതി വെക്ക് മനുഷ്യ. എന്നിട്ട് പാവം പടച്ച തമ്പുരാൻ ഒരു വലിയ പേജ് മുഴുവനും എടുത്തുദ്ധരിച്ചു ഖുർആൻ. നമ്മൾക്കോ, നമ്മൾ ഇത് എത്ര പേര് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്? കുറെ കടം മേടിച്ചിട്ടുണ്ടാവില്ല നമ്മൾ എഴുതി വെച്ചോ സഹോദരന്മാരെ? എഴുതി വെച്ചോ? അല്ലാഹു സാക്ഷി. എന്തുകൊണ്ട്? ആയത്തുദ്ദീൻ സഹോദരന്മാരെ, നമ്മുടെ കല്യാണങ്ങൾ, ഇന്നൽ മുബദ്ദിരീന കാന ഇഖ്വാന ശയാത്തീൻ, നമ്മുടെ കല്യാണത്തിന്റെ അവസ്ഥ എന്താ സഹോദരന്മാരെ? അങ്ങ് എല്ലാത്തിനും പ്രസിഡന്റും സെക്രട്ടറിയും വലിയ എല്ലാ സ്ഥലത്തും നമ്മൾ ആദരിക്കും. ഇതേ മനുഷ്യൻ പോയിട്ട് കല്യാണം നടത്തുന്നതോ ധൂർത്തൻ കല്യാണം, ഏറ്റവും ധൂർത്തൻ കല്യാണം മുസ്ലിം സമുദായത്തിന്റെ കല്യാണം സഹോദരന്മാരെ, മുസ്ലിം സമുദായത്തിന്റെ. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാർ, ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സുകൾ നടക്കുന്നത് നമ്മുടെ സമുദായമാണ്. നമ്മുടെ സമുദായത്തിലാണ് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് നടക്കുന്നത്. എന്തുകൊണ്ട് ചിന്തിക്കണം നമ്മള്? ഒരു വലിയ തങ്ങളെ കൊണ്ട് കല്യാണം നടത്തിയത് കൊണ്ടോ 4000 പേര് ബറക്കല്ലാഹു ലക്കുമാ ബറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടോ ഒരു കാര്യമില്ല. പടച്ച തമ്പുരാൻ 7 ആകാശം മുകളിൽ ഇടരില്ല മവദ്ദത്തും റഹ്മത്തും. എന്തുകൊണ്ട്? കല്യാണം തുടങ്ങിയതിന് ധിക്കാരഭാവത്തില് ഒരു പുച്ഛമാണ്. എന്ത് പടച്ചോൻ, ഏത് പരലോകം? ധൂർത്തൻ കല്യാണം നടത്തും സഹോദരന്മാരെ. എന്നിട്ട് മുസ്ലിം ഉമ്മത്ത്, എന്നിട്ട് നമ്മള് പ്രസിഡന്റും സെക്രട്ടറിയും നമ്മളെല്ലാത്തിനും വിളിക്കുകയും ചെയ്യും. നോക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സഹോദരന്മാരെ, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ എന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞില്ല, ഈ സമുദായം ഈ ഖുർആനിലോ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട് സഹോദരന്മാരെ. ക്ഷമിക്കണം, അതേ വാക്ക് തന്നെ. എന്തുകൊണ്ട് സഹോദരന്മാരെ? നരേന്ദ്രമോദി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഒരാഴ്ചയിലുള്ള 4000 രൂപ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ പറഞ്ഞപ്പം നമ്മളൊക്കെ അത് വളരെ വളരെ ലളിതമായിട്ട് 4000 രൂപ കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. ഒരു ഹോട്ടലിലും പോയിട്ടില്ല, സുഖമായി ജീവിച്ച്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്നൽ മുബദ്ദിരീന കാന ഇഖ്വാന ശയാത്തീൻ എന്ന് പറഞ്ഞ പുച്ഛമാണ് എനിക്കും നിങ്ങൾക്കും. ഒരു ഡോക്ടർ പറയും പ്രഷറും പ്രമേയം പറയുമ്പോ നിങ്ങൾ ഭക്ഷണം കുറയ്ക്കൂ. വളരെ വളരെ ഡോക്ടറിന് മുമ്പ്, ഒരു മനുഷ്യന് മുമ്പ് തലയും കുറിച്ച് ഓ ഡോക്ടറെ അനുസരിച്ച് നാണമില്ല മനുഷ്യ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് പറഞ്ഞു വകുലു വശ്റബു വലാ തുസ്രിഫു. ഇന്ന് കുറെ പണ്ഡിതന്മാർ പോലും കുറെ നാച്ചുറോപ്പതി പോയിട്ട് അതിനെ വളരെ പൊക്കി പറയുന്നു. ആലോചിച്ചോക്കെ, എനിക്ക് സങ്കടം തോന്നിട്ട്. നാച്ചുറോപ്പതിക്കാരാ പറയുന്നത്. ഇത് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്, നാച്ചുറോപ്പതിക്കാരനല്ല. കൃത്യമായിട്ട് ഭക്ഷണം കുറയ്ക്കണമെന്ന് അള്ളാഹ് പറഞ്ഞു. നമുക്കതൊന്നും ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സ്വർഗം വെച്ച് ഒരു വ്യാമോഹത്തിലാണ് ജീവിക്കുന്നത്. അള്ളാഹു എല്ലാവരും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. പക്ഷെ ഭൂമിയിലുള്ള സ്വർഗത്തെ നമ്മൾ അനുഭവിക്കുന്ന സഹോദരന്മാരെ, ഇന്ന് യഥാർത്ഥത്തിൽ എല്ലാ കാര്യത്തിനും ഖുർആനാണ് നമ്മൾക്ക് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഖുർആനാണ് സൊല്യൂഷൻ. സ്ത്രീ സുരക്ഷയ്ക്ക് ഖുർആനാണ് സൊല്യൂഷൻ. സ്ത്രീ വസ്ത്രധാരണ ഖുർആനാണ് സൊല്യൂഷൻ. ഇന്ന് സ്ത്രീകൾ എങ്ങനെ വസ്ത്രം ധരിക്കണം, ഹിജാബ് ധരിക്കണം. ഇന്ന് സ്ത്രീകൾ എങ്ങനെയൊക്കെ നഗ്നകാവാൻ പറ്റുന്നു അങ്ങനെ തന്നെ ആയിക്കൊണ്ടിരിക്കുക. ട്രാൻസ്പാരന്റ്, ഒന്നിടാതെ, കൈ കാണിച്ച്, മുഖം കാണിച്ച്, എല്ലാം കാണിച്ച്, ടൈറ്റ്സും ലെഗിങ്സും കെട്ട വൃത്തികെട്ട വസ്ത്രധാരണ സ്ത്രീകൾ നടക്കുന്നത്. ദയവ് ചെയ്ത് തെറ്റിദ്ധരിച്ചു പോരുത്. നഗ്നത പറഞ്ഞ സംസ്കാരത്തിന്റെ ഭാഗമല്ല. നിങ്ങൾ നോക്ക്, ഡൊണാൾഡ് ട്രംപ്, ബറാഖ് ഒബാമ, എല്ലാ വലിയ പ്രധാനമന്ത്രി, അവരുടെ കൈയും മുഖവും മാത്രമേ കാണുള്ളൂ പുരുഷന്മാർ. സ്ത്രീകളാണെങ്കിൽ നഗ്നരായിക്കൊണ്ടിരിക്കുക. നഗ്നത സംസ്കാരത്തിന്റെ ഭാഗമാണെങ്കിൽ പട്ടികളും പൂച്ചകളാണ് സഹോദരന്മാരെ സംസ്കാരമുള്ളവർ. ഷഡ്ഡിയും കൂടി ഇടാതെ നടക്കാതെ. എന്റെ നമ്മളെ സ്ത്രീകൾ ഹിജാബില്ല. ഇവിടെ വരുമ്പോൾ ഹിജാബ് ഉണ്ട്, വേറെ സ്ഥലത്ത് പോയ ഹിജാബ് ധരിക്കില്ല. അങ്ങനത്തെ കുറെ മുനാഫികൾ എനിക്കറിയാം, കുടുംബത്തിലുണ്ട്. എല്ലാ സമ്മേളനങ്ങളും എല്ലാ മരണ വീട്ടിലൊക്കെ പോകുമ്പോൾ ഹിജാബ് ധരിക്കും. പക്ഷെ അങ്ങ് പോയിട്ട് സ്റ്റേജിൽ പോയി ഡാൻസും കളിക്കും. അങ്ങ് SMCയിലോട്ട് നടക്കുമ്പോൾ നല്ല ടൈറ്റ്സും ലെഗിങ്സും ഇട്ട് നടക്കും. ദയവ് ചെയ്ത് സഹോദരന്മാരെ, ദയവ് ചെയ്ത് അള്ളാഹുവിനെ വെല്ലുവിളിക്കരുത്. പടച്ച തമ്പുരാനെ വെല്ലുവിളിക്കരുത്. അറിഞ്ഞും കൊണ്ട്, അറിവില്ലായ്മ കൊണ്ട് നമ്മളൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടാവും. പക്ഷെ അറിഞ്ഞും കൊണ്ട് പടച്ച തമ്പുരാനെ വെല്ലുവിളിച്ചാൽ അള്ളാഹു പിടികൂടും. എന്ന് മാത്രമേ നമ്മുടെ സമുദായം പഠിച്ചിട്ടുള്ളൂ. അള്ളാഹു എല്ലാം പൊറുക്കുന്നവനും തൗബ സ്വീകരിക്കുന്നവനും മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പകുതി ആയത്ത് പഠിച്ചില്ല. ഷദീദിൽ ഇഖാബ് എന്ന് പഠിച്ചില്ല.
അതികഠിനമായി ശിക്ഷിക്കുന്നവനാണ് പടച്ച തമ്പുരാൻ. നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ജൂതന്മാരെ പോലെ കുറച്ചായത്ത് നമ്മൾ എടുക്കും, നമുക്ക് ആവശ്യമുള്ള ആയത്ത് എടുക്കും, മറ്റേ ആയത്ത് പുച്ഛിക്കും, ആയത്തുദ്ദീന് നമ്മൾ തൽക്കാലം മറക്കും, ഹിജാബിന്റെ ആയത്ത് മറക്കും, നമുക്ക് ആവശ്യമുള്ള എളുപ്പത്തിൽ ചെയ്യുന്ന താടി വെക്കുന്ന എന്തോ ആയിക്കോട്ടെ അത് നമ്മൾ എടുക്കും. ദയവ് ചെയ്ത് സഹോദരന്മാരെ, ഞാനും എൻ്റെ ഭാര്യയും നമ്മൾ 2 വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞ കല്യാണത്തിന്റെ ആദ്യ രാത്രി ഭാര്യൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മൾക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇങ്ങനെ തന്നെ സംസാരിച്ച ആദ്യ രാത്രി നമ്മൾ രണ്ട് വീട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 2 അഭിപ്രായങ്ങൾ ഉണ്ടാവും, 2 ചിന്താധാര ഉണ്ടാവും. നമുക്ക് 2 പേർക്കും ഖുർആന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കാം. ഖുർആൻ എന്താണ് പറയുന്നത്, അതാണ് നമ്മുടെ അവസാനത്തെ ഫൈനൽ വെർഡിക്റ്റ്. ഇതിൽ വേറെ പേര് ഫുർഖാൻ എന്നാണ്. ഫുർഖാൻ, സത്യം അസത്യം വേർതിരിച്ച് മനസ്സിലാക്കി തരുന്ന ഗ്രന്ഥം. നാളെ പരലോകത്തെത്തിയിട്ട് നരേന്ദ്രമോദിയും പിണറായി വിജയനെയും മുഹമ്മദ് ഷാനെയും നിങ്ങൾ ഓരോരുത്തരെയും വിചാരണ ചെയ്യുന്ന ഈ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാ. എന്റെ നിങ്ങളുടെ ആഗ്രഹം ദേഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനത്തിൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാം. അങ്ങനെയാണ് നമുക്ക് അള്ളാഹു സ്വർഗം തരും. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു സാക്ഷി. ഇന്നേ വരെ 14 വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കാര്യങ്ങൾ പോലും അഭിപ്രായ ഭിന്നത ഉണ്ടായിട്ടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു വാഷിംഗ് മെഷീൻ മേടിക്കുമ്പോൾ ഏത് മേടിക്കണം മേടിക്കരുത്, എവിടെ പോകണം, എങ്ങനെ പൈസ ചെലവഴിക്കുന്നു, ഒരു കാര്യങ്ങളിലും അൽഹംദുലില്ലാ ഒരു അഭിപ്രായ ഭിന്നതയില്ല. എന്താ, എല്ലാറ്റിനെയും ലക്ഷ്യം ഒന്നേ ഉള്ളൂ, അള്ളാഹുന് ഇഷ്ടമാണോ ഇഷ്ടമല്ലേ. സുഖമാണ് സഹോദരന്മാരെ. ഈ ദുനിയാവിൽ തന്നെ കുടുംബജീവിതം ഭദ്രമാവും. അൽഹംദുലില്ലാ. രാവിലെ 2 പേരും തഹജ്ജുദ് നിസ്കരിക്കും, 2 പേര് 2 മക്കളെയും വിളിച്ചിട്ട് നമ്മൾ രാവിലെ സുബഹിക്ക് ജമാഅത്തിന് തുടങ്ങും ജീവിതം. അൽഹംദുലില്ലാ. ഈ ദുനിയാവിൽ തന്നെ മസ്കൻ, എന്റെ വീട്ടുപേര്. അള്ളാഹു സ്വർഗീയമായ ഒരു ജീവിതം നിങ്ങൾക്ക് തരും. ഉറപ്പ് സഹോദരന്മാരെ, ജീവിതത്തിൽ അനുഭവിച്ച് പറയുന്നതാണ്. 18 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്, 40 വയസ്സായി. 22 വർഷത്തിന് അനുഭവം വെച്ച് പറയാണ്. നമ്മൾ ഒന്ന് ആത്മാർത്ഥത വരട്ടെ, ഇഖ്ലാസ് വരട്ടെ, അള്ളാഹിനോട് കൂറ് വരട്ടെ, അള്ളാഹ് എന്ന് പറയുന്ന ഒരു ഭയം വരട്ടെ ഹൃദയത്തില്. അള്ളാഹ് കൃത്യമായിട്ട് സൂറത്ത് താഹില് പറഞ്ഞല്ലോ, വമൻ അഗ്റള അൻ ദിക്രി ഫഇന്നൽ മഈശത വൻക. ഈ ഖുർആൻ നിങ്ങൾ തള്ളിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ദുസ്സഹമാവും. ഇന്ന് നമ്മൾക്ക് വിഭവങ്ങളുണ്ട്, ബർക്കത്തില്ല സഹോദരിമാരെ, ബർക്കത്തില്ല. മക്കൾ കണ്ടമാനുണ്ട്, ഡോക്ടറും എഞ്ചിനീയറുണ്ട്, കൺകുളിർമാവുന്നില്ല, മരിക്കുമ്പോൾ വൃദ്ധസദനത്തിലാണ് മരിക്കുന്നത്. കണ്ടമാനം അക്കൗണ്ടുകളുണ്ട്, പക്ഷെ ആ പൈസ ആർക്കും ഗുണം ചെയ്യുന്നില്ല. വലിയ കൊട്ടാരങ്ങളുണ്ട്, ഉറക്കം കിട്ടുന്നില്ല. അള്ളാഹുവാണ് സത്യം. ഇന്ന് മനുഷ്യ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം അതാണ്. വിഭവങ്ങളുടെ കുറവല്ല, വിഭവങ്ങളുടെ ആധിക്യം, ബർക്കത്തില്ലായ്മയാ. കുറച്ച് പൈസ മതി ജീവിക്കാൻ, അതിൽ ബർക്കത്തുണ്ടായാൽ മതി. ബർക്കത്ത് വേണോ സഹോദരന്മാരെ, അത് നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചേ മതിയാവുള്ളൂ. ദയവ് ചെയ്ത് ഇന്ന് ഖുർആൻ ഒരു തമാശയാക്കിയിട്ടുണ്ട്. ഒരിക്കലും ഒരു സദസ്സില് നിക്കാഹിന് മെഹർ കൊടുത്തത് ഖുർആൻ. വല്ലാത്തൊരു നമ്മൾ കളിയാക്കരുത്. എന്റെ ഈ ഖുർആൻ പാവം, ഈ മെഹർ കൊടുത്തിട്ട് ഖുർആൻ ഇങ്ങനെ ഓരോരുത്തർക്ക് കൈമാറി, എവിടെ വെക്കണ്ടെന്ന് അറിയില്ല. എന്നിട്ടോ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട് 15 പവൻ വേറെ മെഹർ. എന്നിട്ട് ഞാൻ കുടുംബത്തിലെ വരാം, ഈ കൊടുത്ത പെണ്ണുണ്ട്, ഇതിന്റെ സ്ത്രീ പെണ്ണുങ്ങൾ ഹിജാബ് ധരിക്കില്ല, വീട്ടിൽ പോയിട്ട് ഖുർആൻ ഓതാറേ ഇല്ല. എന്നിട്ട് നമ്മൾ ഷോ ഓഫ്, ലോകം, ഞാൻ ഖുർആൻ കേട്ടോ, എന്റെ മോൻ ഖുർആനാണ് മെഹർ കൊടുക്കുന്നത്. നമ്മൾ എനിക്ക് തോന്നുന്നു നമുക്ക് ആരും പറ്റിക്കാൻ പറ്റില്ല. അള്ളാഹുവാണ് സത്യം. എനിക്ക് ലോകത്തിൽ ഒറ്റ മനുഷ്യനെ പറ്റിക്കാൻ പറ്റുള്ളൂ, അത് ഞാൻ തന്നെ, എന്നെ തന്നെ. എനിക്ക് ഇവിടെ ചുങ്കത്തറ വന്നിട്ട് ഭയങ്കര ഗൗരവമേറെ പ്രസംഗം കൊടുത്ത് പോവാ സഹോദരന്മാരെ, പക്ഷെ എനിക്ക് റബ്ബിനെ പറ്റിക്കാൻ പറ്റില്ല. നിങ്ങൾ 100 പേരെ പറ്റിക്കാൻ പറ്റും, പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ എന്നെ തന്നെയാ പറ്റിക്കുന്നത്. യുഹാദിഉന അല്ലാഹ വല്ലദീന ആമനു. അള്ളാഹ്നി ബാക്കിയുള്ളവർ നിങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കാൻ തുടങ്ങും സംസാരിച്ചിട്ട്. വമാ യുഖ്യദൂന ഇല്ലാ അൻഫുസഹും. ഞാൻ എന്നെ തന്നെയാ പറ്റിക്കുന്നത്. നിങ്ങൾ വീട്ടിൽ പോയിട്ട് പലിശ വാങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാ പറ്റിക്കുന്നത്. എന്റെ ചെറിയ വേണ്ടാത്ത വൃത്തികെട്ട നഗ്നതൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്നത്. പെൺകുട്ടികൾ നിങ്ങൾ അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുന്നത്, ഉമ്മനി ബാപ്പനല്ല. മനസ്സിലാക്കുക സഹോദരൻ, മനസ്സിലാക്കുക. അള്ളാഹു കാണുന്നുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. 4ാമത്തെ കാര്യം പ്രബോധനം. ഖുർആൻ പ്രബോധനം. ഇന്ന് പാരായണം ചെയ്ത് പഠിച്ച് മനസ്സിലാക്കി നമ്മൾ കൃത്യമായിട്ട് ജീവിതത്തിൽ പകർത്തിയാൽ, ഇത് 3ഉം ചെയ്താൽ അള്ളാഹുവാണ് സത്യം. പ്രബോധനം നമ്മിൽ നിന്ന് തനിയാലെ വരും. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി പ്രസംഗം പഠിച്ചിട്ടില്ല, ഒരൊറ്റ മദ്രസയിൽ പോയിട്ടില്ല, എവിടെയും പോയിട്ടില്ല. പടച്ച തമ്പുരാൻ പഠിപ്പിച്ചു. എന്ത് ചെയ്തു? ഖുർആൻ ഒരുപാട് ഓതി, ഒരുപാട് പഠിച്ച് കാര്യങ്ങൾ കഴിയുന്ന പരമാവധി പടച്ച തമ്പുരാൻ കാണിച്ചു കൊടുത്തു. പിന്നെ അള്ളാഹു തന്നെ അങ്ങ് പ്രസംഗിപ്പിച്ചോളും, പറഞ്ഞോളും. ദഅവത്ത് എന്ന് പറയുമ്പോൾ ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കാതെ, അതൊരു പ്രസംഗമല്ല സഹോദരന്മാർ. ഇന്ന് പ്രസംഗം ചപ്പും ചവറും പോലെ എല്ലായിടത്തും ഉണ്ട്. ഒരു കാലഘട്ടത്തിൽ സലഫു സാലിഹ്യങ്ങൾ പറയും, പ്രസംഗം ഒരുപാടുണ്ടാവും, പ്രവർത്തനം കുറയുന്ന കാലഘട്ടം. ആ കാലഘട്ടമാണ് ഇന്ന്.
ഇന്ന് എല്ലാവരും പ്രസംഗിക്കുകയാണ്. പ്രസംഗം പറയുന്നത് വളരെ എളുപ്പമാണ്. എനിക്ക് ഈ പ്രസംഗിച്ച ഈ സാധനം, ഇതേ സാധനം ഞാൻ എനിക്ക് അടുത്ത ആഴ്ച 2-3 സ്ഥലത്ത് പ്രസംഗിക്കാണ്ട്. ഈ സാധനം തന്നെ എളുപ്പമാണ്. കുറച്ച് വെള്ളം ദാഹം വരുന്നേ മാത്രമേ ഉള്ളൂ. പ്രസംഗം കേൾക്കാൻ അതിലും എളുപ്പം. എന്നാൽ ജീവിക്കണം. ജീവിക്ക് സഹോദരന്മാരെ. മാതാപിതാക്കൾ മുസ്ലിമായി ജീവിക്കുക, മക്കൾ നന്നായിക്കൊള്ളും. നിങ്ങൾ മക്കളും മാതാപിതാക്കളും ജീവിച്ച് കാണിച്ചു കൊടുക്കുക, നിങ്ങളുടെ കുടുംബം നന്നാവും, നിങ്ങളുടെ അയൽപ്പക്കം നന്നാവും. ദഅവത്ത് നമ്മുടെ ബാധ്യതയാണ് സഹോദരന്മാരെ. ദഅവത്ത് ചെയ്തില്ലെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, ദഅവത്ത് ചെയ്തില്ലെങ്കിൽ അള്ളാഹു നമ്മളെ നശിപ്പിക്കും. നമ്മളെ നശിപ്പിച്ച് വേറെ ഒരു സമുദായത്തെ കൊണ്ടുവരും. അല്ല, അള്ളാഹിന്റെ ശത്രുവിനെ ഉപയോഗിച്ച് ദഅവത്ത് ചെയ്യും. മനസ്സിലാക്കണം, അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹിന്റെ ശത്രുവിനെ ഉപയോഗിച്ച് ദഅവത്ത് ചെയ്യും. ലോകത്തിലെ ഏറ്റവും വലിയൊരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, ഇന്റർനാഷണൽ മജീഷ്യൻ കോൺഫറൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫറൻസ് ആണ് ഇന്റർനാഷണൽ മജീഷ്യൻ കോൺഫറൻസ്. അതിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഒക്കെ അള്ളാഹുവിന്റെ യഥാർത്ഥ ശത്രുവാണ് ഫിർഔൻ എന്നുള്ള മനുഷ്യൻ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നൊരു പോസ്റ്റർ ഒട്ടിക്കേണ്ട വന്നിട്ടില്ല, ഒരു മെസ്സേജ് അയക്കേണ്ട വന്നിട്ടില്ല, ഒരാളെ വിളിക്കേണ്ട വന്നില്ല. എല്ലാം ചെയ്തത് ഫിർഔൻ. എല്ലാവരെയും വിളിച്ചുകൂട്ടി, സാഹിറുകളെ വിളിച്ചുകൂട്ടി. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വടിയിട്ടു. അത് കണ്ടിട്ട് അതാ അവിടുത്തെ സാഹിറുകൾ ഓൺ ദി സ്പോട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആലക്ക് വേണമെങ്കിൽ നരേന്ദ്രമോദിനെ ഉപയോഗിച്ചിട്ട് ദഅവത്ത് ചെയ്യാം. നിങ്ങളും ഞാനും മനസ്സിലാക്കുന്നത് ഈ ദഅവത്ത് എന്നുള്ള ജോലി എനിക്കും നിങ്ങൾക്കും അള്ളാഹു ആദരിച്ച് നൽകിയൊരു വലിയൊരു സമ്മാനമാണ്. പ്രവാചകന്മാരുടെ ദൗത്യം, സഹാബാക്കളുടെ ദൗത്യം, അത് പേരിനാവരുത്, പ്രശസ്തിക്കാവരുത്, സംഘടനകാവരുത്, സമ്പത്തിനാവരുത്. ഇന്ന് വല്ലാത്ത അപകടമാണ് സഹോദരന്മാരെ. ദഅവത്ത് ചെയ്യണം. ദഅവത്ത് അത് നിരന്തരമായിട്ട് നിങ്ങൾ സംഘടനയായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്യുക. നിങ്ങൾ വീട്ടിലെത്തിച്ചു കൊടുക്കുക, ഒരു മെസ്സേജ് എങ്കിലും അയക്കുക സഹോദരന്മാരെ. അങ്ങനെയെങ്കിലും ചെയ്യുക. ഞാൻ യഥാർത്ഥത്തിൽ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുന്ന എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. എൻ്റെ ഉമ്മ പറയും, മോൻ എന്തിനാ വയലിന് പോകുന്നത്? വയലാണ് പറയാം. അങ്ങനെ ഞാൻ സുന്നി കുടുംബത്തിൽ വയലാണ്. ഇതിനൊരു ചീത്ത കാര്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ. ഞാൻ എന്നെ ഡോക്ടറെ കാട്ടി കൂടുതൽ ഇസ്സത്തായിട്ട് കാണുന്ന ജോലി ഇതാണ്. ഞാൻ ഡോക്ടറാണ്, ഒരുപാട് രോഗികളെ നോക്കുന്നത്. അതിനെക്കാട്ടി ഇസ്സത്തുള്ള അള്ളാഹു എനിക്ക് നൽകിയ ജോലിയാണ് സഹോദരന്മാരെ ദഅവത്ത് എന്നുള്ളത്. അതൊരു ചീത്ത കാര്യമല്ല. എന്നെ ചീത്ത ആക്കിയത് കുറെ പണ്ഡിതന്മാരാണ്. വെറും ദഅവത്ത് മാത്രം ചെയ്ത് പൈസ ഉണ്ടാക്കിയിട്ട് 25,000, 50,000, 1,00,000 ദ്വിദിനം പ്രഭാഷണം, 3 ദിനം പ്രഭാഷണം എന്ന് പറഞ്ഞ് പൈസ മാത്രം ഉണ്ടാക്കി. പിന്നെ അതാ പിടിച്ചാൽ കിട്ടില്ല പ്രസംഗന്മാരെ. ഇടക്കിടക്ക് ഉംറക്ക് പോകുന്നു, പിന്നെ പേരും പ്രശസ്തിയും അങ്ങ് പോയി ഗൾഫിലായി, പിന്നെ ഉംറ പിടിച്ചാൽ കിട്ടില്ല, മക്കളെ നോക്കാനും കൂടി സമയമില്ല. അതല്ല സഹോദരന്മാരെ. നിങ്ങളുടെ ജീവിച്ചിട്ട് നിങ്ങളുടെ മഹല്ല് ദഅവത്ത് ചെയ്താൽ മതി. നിങ്ങൾ എല്ലാവർക്കും ദഅവത്ത് എത്തിച്ചു കൊടുക്കുക. എന്നാൽ ഈ 4 കാര്യമാണ് പ്രധാനപ്പെട്ട ഖുർആനായിട്ട് ബന്ധം. എന്നാൽ ഇന്ന് ഖുർആൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു അപകടമുണ്ട് മനുഷ്യന്മാർ ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഖുർആൻ ചികിത്സ. സൂറത്തുൽ ഇസ്രായേൽ 82-ാമത്തെ വചനം അല്ലാഹു പഠിപ്പിച്ചു, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് ശിഫയാണ് സഹോദരന്മാരെ, ശിഫയാണ്. പക്ഷെ ചികിത്സ എന്ന രീതിയിൽ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. എന്നാൽ അള്ളാഹു കൃത്യമായിട്ട് സൂറത്ത് യൂനിസിലെ വചനത്തിൽ പഠിപ്പിച്ചു, 57-ാമത്തെ വചനത്തിലെ, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉ ലിമാ ഫിസ് സുദൂർ. ഇത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങൾക്കുള്ള ശിഫയാണത്. ഹൃദയങ്ങളിലുള്ള നിങ്ങളെ ബഹുദൈവ ആരാധകർ, ഷിർക്ക്, ലോകമാന്യത, കാപട്യം, അഹങ്കാരം, ധൂർത്ത്, എന്തുമാവട്ടെ, വിദ്വേഷം, അസൂയ, എല്ലാറ്റിനുമുള്ള ശിഫയാണ് ഖുർആൻ. രോഗങ്ങൾ ചികിത്സ നിങ്ങൾ മന്ത്രിക്കണം, പ്രാർത്ഥിക്കണം. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട് വള്ളത്തിൽ ഊതിയിട്ട് അങ്ങ് കൊടുക്കും. വള്ളത്തിൽ ഊതിയിട്ട് മനുഷ്യന്മാരെ ചികിത്സിക്കാൻ കൊടുക്കും. ഇതേ മനുഷ്യന്മാർക്ക് രോഗം വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് വരുന്നുണ്ട് സഹോദരിമാരെ. വല്ലാത്ത കാപട്യമല്ലേ. ഡോക്ടർ മാത്രമല്ല, ഏറ്റവും വലിയ 5 സ്റ്റാർ സ്ഥലത്ത് വരെ പോകും. 5 സ്റ്റാർ ഹോസ്പിറ്റലിലേക്ക് പോകും, ബോംബെയിലേക്ക് പോകും, UK-ലേക്കും US-ലേക്ക് പോകും. ബാക്കിയുള്ളവർക്ക് വെള്ളം ഊതിയിട്ട് കൊടുക്കും. കാപട്യമാണ് സഹോദരന്മാരെ, കാപട്യമാണ്. ദയവചെയ്ത് ഖുർആൻ ശിഫാഉൻ ലിമാ ഫിസ് സുദൂർ. യഥാർത്ഥത്തിൽ ഖുർആൻ പഠിക്കുന്നവരും നമ്മൾക്ക് ഉണ്ടാവേണ്ട 2 ബന്ധം എന്തൊക്കെയാണ് പഠിക്കുന്ന സഹോദരന്മാരെ? ഒന്ന്, നമ്മളും നമ്മുടെ റബ്ബുമായിട്ട് ബന്ധം വളരെ അടുക്കും. ഞാനും എൻ്റെ റബ്ബുമായിട്ട് അതിനിടയിൽ ഒന്നും ഉണ്ടാവില്ല സഹോദരന്മാരെ. നേരിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവും അല്ലാഹു സുബ്ഹാനഹു തആലയായിട്ട്. അതിനിടയിൽ ഒരു കല്ലുകളും വിഗ്രഹങ്ങളും ചിത്രങ്ങളും ജിന്നുകളും മലക്കുകളും പ്രവാചകനും ഒന്നും ഉണ്ടാവില്ല. ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ള ബന്ധം അത് സുദൃഢമാവും. നേരിട്ട് എൻ്റെ റബ്ബിനോട് എനിക്ക് സംസാരിക്കാം, നേരിട്ട് എൻ്റെ റബ്ബിനോട് എനിക്ക് കരുണ പ്രാർത്ഥിക്കാം. എവിടെ വെച്ചിട്ട് എങ്ങനെ വെച്ചിട്ടും എൻ്റെ റബ്ബിനോട് നേരിട്ടുള്ള ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറ്റും. ഖുർആൻ പഠിക്കണം. അസ്സലാമു അലൈക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിയാണ്. അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ചോദിച്ചു, എന്തെങ്കിലും ആവശ്യമുണ്ട്? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹസ്ബുനല്ലാഹ്,
എനിക്ക് എന്റെ റബ്ബ് മതി, എനിക്ക് എന്റെ റബ്ബ് മതി. നിങ്ങൾ ആലോചിച്ചോക്ക് സഹോദരൻ, എനിക്ക് എന്റെ റബ്ബ് മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ എന്ത് സംഭവിച്ചു അറിയോ? അങ്ങനെ എന്റെ റബ്ബ് മതി എന്ന് പറഞ്ഞപ്പോൾ, തീക്കുണ്ടാരത്തിൽ ഇരുന്നപ്പോൾ അള്ളാഹു നേരിട്ട് ഇടപെട്ടു. യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. നിങ്ങൾ നോക്കുക, ഞാനും എന്റെ റബ്ബുമായിട്ട് നേരിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ അള്ളാഹു നേരിട്ട് ഇടപെടുന്നു എന്റെ നിങ്ങളുടെ ജീവിതത്തിൽ. അള്ളാഹ്ക്ക് വേണ്ടി മലക്കുകൾ അയച്ചു കൊടുക്കാമായിരുന്നു, ജിന്നുകൾ അയച്ചു കൊടുക്കായിരുന്നു, അള്ളാഹ്ക്ക് മഴ വർഷിപ്പിക്കായിരുന്നു. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നും ചെയ്തില്ല. നേരിട്ട് സൃഷ്ടാവായി സൃഷ്ടി തീനോട് പറഞ്ഞു, തീ നീ സമാധാനമാവ് തടപ്പാവ്. എന്തുകൊണ്ട് സഹോദരന്മാരെ? ഞാനും എന്റെ റബ്ബ് തമ്മിൽ നേരിട്ട് ബന്ധം സ്ഥാപിക്കും. അതിനിടയിൽ ഒന്നും ഉണ്ടാവില്ല സഹോദരന്മാരെ. ഒരു മലക്കില്ല, ഒരു ജിന്നില്ല, ഒരു പ്രവാചകനില്ല, ഒരു ഔലിയാവില്ല, ഒരു കല്ലില്ല, ഒന്നുമില്ല. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ എപ്പോഴും ഞാൻ സംസാരിക്കുള്ളൂ, സഹായം തേടുള്ളൂ, കരയുള്ളൂ. എല്ലാ കാര്യം എന്റെ പടച്ചവനുണ്ട്, എപ്പം വേണമെങ്കിൽ ഞാൻ സംസാരിക്കും. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഈ ലോകത്തിലെ സ്വർഗം, ഈ ദുനിയാവിലെ സ്വർഗം കരസ്ഥമാക്കാത്തവൻ നാളെ പരലോകത്തിലെ സ്വർഗം എങ്ങനെ നേടും? അപ്പോ അവിടുത്തെ അനുയായികൾ ചോദിച്ചു, പരലോകത്തിലെ സ്വർഗം മനസ്സിലായി ഷെയ്ഖ്, എന്നാൽ ഈ ദുനിയാവിലെ സ്വർഗം എന്താണ്? അപ്പോ ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയാണ്, ഞാനും എന്റെ റബ്ബ് മാത്രം ഉണ്ടായിരിക്കെ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടണം. ഞാനും പടച്ച തമ്പുരാൻ മാത്രം ഉണ്ടായിരിക്കെ എനിക്ക് ഒരുപാട് ആശ്വാസം കിട്ടണം, ഒരുപാട് സംതൃപ്തി കിട്ടണം, ഒരുപാട് സന്തോഷം കിട്ടണം സഹോദരന്മാര്. അതുകൊണ്ടാണ് ഹർഷിന്റെ തണൽ ഒരാൾ എന്താണ് പറഞ്ഞറിയോ? ഒറ്റക്കിരുന്നിട്ട് അള്ളാഹുവിന്റെ അടുത്ത് മാത്രം സംസാരിച്ചിട്ട് പാതിരാവിലെ തഹജ്ജുദിനെ കരയും നിങ്ങള്. അങ്ങനെ കരയാൽ ആ കണ്ണീര് എടുത്തു വെച്ച് നാളെ പഠിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കുക. കരയാൻ എളുപ്പമാണെന്ന്, ഇന്ന് പ്രസംഗിച്ച് കരയിപ്പിക്കാൻ എളുപ്പമാണ്, സലാത്ത് നഗറിൽ പോയാൽ കരയിപ്പിക്കാൻ എളുപ്പമാണ്. അതിന് പറയാം മാസ് ഹിസ്റ്റീരിയ. ഒരാൾ കരഞ്ഞു തുടങ്ങുമ്പോഴത്തേക്ക് എല്ലാവരും കരഞ്ഞു തുടങ്ങും. ആ കരച്ചിലിന് നാളെ ഹർഷിനെ തണൽ ലഭിക്കില്ല. മറിച്ച് പടച്ച തമ്പുരാൻ മാത്രം, ഞാനും എന്റെ റബ്ബ്, ലോകമെല്ലാം ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി 4-4:30 സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിച്ച് കരഞ്ഞിട്ട് തേട് സഹോദരന്മാരെ, ആ ബന്ധം സ്ഥാപിച്ചെടുക്കണം ഖുർആനിലൂടെ. എനിക്ക് നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ചെങ്കടൽ മുമ്പിൽ ബാക്കിൽ ഫിർഔന്റെ കൂട്ടുകാർ പറഞ്ഞല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞല്ലോ, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട്. ഒരു ഗുഹയുടെ ഉള്ളിലായപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലാ തഹ്സൻ. അബൂബക്കർ സിദ്ദീഖ് പേടിച്ചുപോയി. നബി പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നമ്മുടെ റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട്. സഹോദരന്മാർ, എനിക്ക് സങ്കടം തോന്നാറുണ്ട്. അള്ളാഹു നമ്മളെ വിളിക്കുന്നത് വഇദാ സഅലക ഇബാദി, എന്റെ അടിമകൾ. അള്ളാഹു വിളിക്കുന്നത് നമ്മളെ പറ്റി എന്റെ അടിമകൾ. ഞാൻ ആലോചിച്ചു പോകണ്ട്, പടച്ച തമ്പുരാനെ, എത്ര വർഷമായിട്ട് മുസ്ലിമായിട്ട് ഞാനും നിങ്ങൾ സുജൂദ് ചെയ്യുന്നത്.